സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർദ്ധിച്ചേക്കും. അതീവ ജാഗ്രത പുലർത്തണമെന്ന് തദ്ദേശ വകുപ്പ് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും കനത്ത തിരിച്ചടിയായെന്ന് ആരോഗ്യവകുപ്പ് വിളിച്ചുചേർത്ത യോഗത്തിലെ വിലയിരുത്തൽ. പ്രതിദിനം ഡെങ്കി ലക്ഷണങ്ങളോടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് 300ഓളം പേരാണ്. ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം ഗുരുതരമാണെന്ന വിലയിരുത്തലുണ്ടായത്. വരും ദിവസങ്ങളിൽ പകർച്ചവ്യാധി മരണനിരക്കിൽ വർധനമുണ്ടായേക്കും. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും കനത്ത തിരിച്ചടിയായെന്നാണ് യോഗത്തിലുയർന്ന വിമർശനം. കാലവർഷം സജീവമാക്കുന്നതിന് മുൻപ് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അടിയന്തര ഇടപെടൽ നടത്താനും നിർദ്ദേശം നൽകി. ഇനിയും കാലതാമസമുണ്ടായാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായേക്കും. പകർച്ചപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി രോഗികളുടെ എണ്ണത്തിലാണ് ക്രമാതീതമായ വർധനമുണ്ടാകുന്നത്. പ്രതിദിനം ഡെങ്കി ലക്ഷണങ്ങളോടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് 300ഓളം പേരാണ്. ഇതിൽ 700ഓളം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. 10,000-ന് മുകളിലാണ് പ്രതിദിന പനിബാധിതരുടെ എണ്ണം. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് എലിപ്പനി വ്യാപനത്തിനും കാരണമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്താതിരുന്നത് ഗുരുതര സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചേക്കും. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.